യെസ്, ഡൽഹിയിലിരിക്കുന്ന ഹിന്ദി നന്നായി അറിയാവുന്ന മാഡം എങ്ങനെയാണാവോ ഈ പരാമർശത്തെ നോക്കിക്കാണുന്നത്? അയ്യോ, അത് അദ്ദേഹം പറഞ്ഞ എന്താ, അതാണ് ഹിന്ദി. അയാളെ പിന്നെ എക്സിലും അയാളെ പങ്കുവച്ചിട്ടുണ്ടല്ലോ, അയാളെ പ്രസംഗം ജസ്റ്റ് കറക്റ്റ് ആയിട്ട്. ആ ഗംഗയിൽ മുങ്ങിയാൽ അരേ ബായ് ഗംഗാമേ ടുപ്കി ലഗാനെ സെ ഗരീബോം ദൂർ ഹോത്തി ഹേ ക്യാ? ഗരീബിന്റെ പട്ടിണി മാറുക ഗംഗയിൽ മുങ്ങിയാൽ എന്നാ ചോദിച്ചത്. അത് കുംഭമേളയെ അപമാനിച്ചതായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അമിത്ഷാ പോയ സമയത്ത് വെച്ചിട്ട് പറഞ്ഞു, അമിത്ഷാ മുങ്ങിയ സമയത്താണ് അത് പറഞ്ഞത്. പക്ഷെ ഗംഗ എന്നുള്ള പേര് അവിടെ യൂസ് ചെയ്തെങ്കിൽ നമുക്കിപ്പോ ഗംഗ എന്നുള്ള പവിത്രമായ നദീനെ പറയുമ്പോ നമുക്ക് അതന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തില് ഇത് ഒരു മത വികാരാണ് ഇളക്കി വിടുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള. എന്താ വെച്ചാൽ ഇപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് കാർഗെ മിണ്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഉള്ള പോലും ആരും അറിയില്ല. കാരണം അദ്ദേഹം അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. പാവോ അങ്ങനെ പറഞ്ഞതാ. മധ്യപ്രദേശിലെത്തിയപ്പോ ആവേശമൊത്ത് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ ഒരു വാർത്തയാവാൻ ചെയ്തത് ആക്ച്വലി ഇത്. കാരണം അദ്ദേഹത്തിന് ഇരിക്കുന്ന ജാതിയോട് പോലും അദ്ദേഹത്തിന് കൂറില്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ഒരു ഹിന്ദു അല്ലേ? അമിത്ഷാ അവിടെ പോയി മുങ്ങിയത് ഭാരതത്തിൽ ജനിച്ച ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് അദ്ദേഹം കുടുംബം അവിടെ മുങ്ങിയത്. അക്ബർ ചക്രവർത്തി മുഗളന്മാരും വരെ പ്രയാഗ്രാജിൽ മുങ്ങിയാണ് അലഹാബാദ് ആക്കിയത്. അറിയോ? ചരിത്രം അങ്ങനെയാ പറയണേ. എന്ന് ഞാൻ ജൂണാഗാർഡന്റെ സന്യാസിയായിട്ട് സംസാരിച്ചു. അവര് മുഗളന്മാർ മുഴുവനും എല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നവർ മുഴുവനും കുംഭമേളയിൽ കുളിക്കാൻ പോയിട്ടുണ്ട്. കാരണം അവർക്ക് പേടിയായിരുന്നു മാറി നിൽക്കാൻ. അങ്ങനെയാ ചരിത്രം പറയണേ. പിന്നെയാണ് അവർ അലഹബാദ് ആക്കിയത്. പ്രധാനമന്ത്രിമാരൊക്കെ പോയിട്ടില്ലേ? പ്രധാനമന്ത്രി എല്ലാരും പോയിട്ടുണ്ട്. ആർക്കും ഇല്ല ധൈര്യം പോവാണ്ടിരിക്കുക. ഇയാള് ചിലപ്പോ പോയിട്ടുണ്ടാവും അതിന്റെ മുമ്പേ. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും പറയാൻ വയസ്സായിട്ട് അങ്ങോട്ട് പോവാൻ പേടിയാവും. 10 കോടി ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ സർവൈവൽ എന്നുള്ളത് ഒരു ചോദ്യ. അങ്ങനെ പോകാനുള്ള ആരോഗ്യവും മനസ്സാണ് അവിടുത്തെ ആരോഗ്യം എന്നല്ല, പ്രായത്തിനൊന്നും അവിടെ ഒരു പ്രശസ്തി ഇല്ല. പ്രായം 100-ലധികം വയസ്സുള്ള സന്യാസിമാര് വരെ വരുന്നുണ്ട്. പിന്നെ ഇവര് ഈ കുംഭമേള കലക്കാൻ വേണ്ടി പലരും അതിന് പെടുന്നുണ്ട്. ഇപ്പൊ നമ്പ്യാർജി ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഒരു മാല വിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണാണ് കുംഭമേളയിൽ ആകെ ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളൂ. സി ദിസ് ഇസ് നോൺസെൻസ്. അതല്ലാതെ പറയാൻ പറ്റില്ല. ലോകം മുഴുവൻ എത്തി നോക്കി. ലോകത്തിന്റെ എത്രയോ 14 വർഷത്തിൽ ഒരിക്കലും മാത്രം ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്യാസിമാരും അവരൊക്കെ ഇവർക്ക് കളിയാക്കാനുണ്ടാവുക ഒന്നും അറിയാത്തവർക്ക്. പക്ഷെ അങ്ങനത്തെ കുറെ മനുഷ്യരവിടെ വരുന്നുണ്ട്. ഭക്ഷണമില്ലാതെയും ജപങ്ങളും മന്ത്രങ്ങളുമായിട്ട് ജീവിതത്തിൽ ഒന്നും ഓർമ്മയില്ല. അവരാണ് തുണിയിടാത്ത സന്യാസിമാർ. ഇവര് കാണുന്ന ആകെ അവരെ തുണിയിടാത്ത. ഇവരെപ്പോഴും നോക്കി എങ്ങോട്ടേക്കാണ് അറിയാം? തുണിയില്ലാത്ത സ്ഥലത്തേക്ക്. ഇവർക്ക് ഇൻട്രസ്റ്റ് അങ്ങോട്ടാ. ആ ഇൻട്രസ്റ്റിലേക്കാണ് എപ്പോഴും പോണത്. അപ്പൊ ആ നോക്കിട്ടല്ലാതെ ഇവരെന്താണ് ഭക്ഷണം കഴിച്ചില്ല പറഞ്ഞാൽ ഇവരെ കളിയാക്കും. ഭക്ഷണം കഴിക്കാണ്ടൊക്കെ അങ്ങനത്തെ സന്യാസിമാരെ പറ്റിയാണോ ഈ ഇത് വന്നത്? കുംഭമേള എന്ന് പറഞ്ഞാല് നെറ്റ് നിങ്ങൾ അടിച്ചു നോക്ക്, സോഷ്യൽ മീഡിയ. ഈ പെണ്ണും വേറൊരു സന്യാസിനിയായിട്ട് മേക്കപ്പ് ഇട്ട് വന്ന ഒരു വ്ളോഗറും, 2 ആള്. പിന്നെ ഒരു ഐ ടി ഒരു ബാബന, അയാൾ അടിച്ചോടിച്ചു വിട്ട് യോഗി ബാബക്ക് അതിനൊക്കെ നല്ല കഴിവുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവരെയൊക്കെ അവിടുന്ന് അപ്പൊ തന്നെ പറഞ്ഞു വിടെല്ലാം നിവൃത്തിയില്ല. കാരണം ഇതെല്ലാം ഡൈവേർട്ട് ചെയ്യുക. ഇത്രയും കോടി ആൾക്കാർ നാളെ മറ്റന്നാൾ അവിടെ ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാം ക്ലോസ് ചെയ്ത് വാഹനങ്ങളൊക്കെ വരുന്നത്. ഇത്രയും വലിയ ഒരു സ്പിരിച്വൽ എന്നല്ല, ഒരു ഗാദറിങ് തന്നെ ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. സ്പിരിച്വൽ എന്ന് മാത്രം പറയണ്ട, വേറെ എന്തെങ്കിലും ഇത്ര ആൾക്കാർ 10 കോടി ഒന്നിച്ച് ഒരേ സ്ഥലത്ത് 150 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മഹാത്ഭുത. അതിനെയാണ് അത് ഇത്ര ഭംഗിയായിട്ട്. പിന്നെ ഈ കാർഗെ കണ്ട് അഖിലേഷ് യാദവ് ഒക്കെ ഭരിക്കണ കാലത്തുള്ള അവിടുത്തെ പ്രയാഗ്രാജിൽ പോയ കുംഭമേളനെ പറ്റി പറയുമ്പോ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, അവിടെ വൃത്തി ഉണ്ടായില്ല. ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ റോഡിലൊക്കെ ആയിരുന്നു അവരൊക്കെ യൂസ് ചെയ്ത്. അങ്ങനത്തെ ഒരു കാലഘട്ടമുള്ള പ്രയാഗ്രാജിനെ കണ്ടിട്ട് ഇന്ന് ഫുൾ ലൈൻ ബാത്റൂം, അത് ക്ലീനിങ്, 2 മണിക്കൂർ 10 ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുക. ലാഭം എന്ന് പറയുന്ന പണി ഗരീബ് ആത്മീക്ക് ഇപ്പൊ നല്ല സന്തോഷാ, പൈസ കിട്ടുന്നുണ്ട്. കാരണം പലർക്കും അവിടെ ജോലി, അവര് ലോകം കാണുക, ലോകം അങ്ങോട്ട് വരികയല്ലേ. ലോകത്തിനെ പ്രയാഗ്രാജിലേക്ക് ലോകത്തിനെ ആകർഷിപ്പിക്കുക. അതാണ് മോദിയും അമിത്ഷാ ഒക്കെ പറയുന്നത്. ലോകം ഇനി ഭാരതത്തിലേക്ക് വരുന്ന ഒരു നാളെ ഉണ്ടാവും എന്നുള്ള, അതാണ് തുടങ്ങിക്കഴിഞ്ഞത്. ഇതൊന്നും കാർഗേക്കൊന്നും സഹിക്കാനോ ദഹിക്കോ ഒന്നുമില്ല. അപ്പൊ അത് കുംഭമേള കുംഭമേളയിൽ പോയി ഒന്ന് കാർഗയും കൂട്ടരൊക്കെ ഒന്ന് മുങ്ങണം. കാരണം
കുംഭമേള പറയണ ഗംഗാ നദി ശിവന്റെ സഹസ്ര ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ബോധം വരും, പ്രത്യേകിച്ച് കാർഗയെ കൊണ്ടുപോകണം. അതെ, ബോധം വരണ സഹസ്രദള പത്മത്തുനിന്ന് ഒഴുകി വരുന്ന ഗംഗാദേവീന്റെ മുങ്ങിയാൽ അത് പത്മത്തുനിന്ന് ഒഴുകി വരുന്ന ജ്ഞാനെന്നാ. ആ ജ്ഞാനം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാന്മാരെല്ലാം അവിടെ പോണത്. എന്തെങ്കിലും കിട്ടണ ഈ ഭൂമിയിൽ നിന്ന് വെറും അതല്ലാത്ത പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല അത്. അത് എല്ലാരും പരീക്ഷിക്കുന്നുണ്ട്. ഹിന്ദുക്കളൊന്നുമില്ല, മുസ്ലിങ്ങൾ പോകുന്നുണ്ട്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തെങ്കിലും രാഹുൽ ഗാന്ധി പോണ്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അയാൾക്ക് എന്താ തോന്നണ അപ്പൊ അയാൾ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അയാൾ ഇപ്പൊ ചിലപ്പോ വേണമെങ്കിൽ വേറെ ഈ എലക്ഷൻ ഉണ്ടാവുമ്പോ അയാൾ എപ്പോഴും ടൂറില്ല. അയാൾക്ക് അത്രയൊക്കെ അറിയുള്ളൂ. അയാൾ അവര് വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടിരുത്തിയ ഒരാളാ. പിന്നെ പ്രിയങ്കനെ പറ്റിപ്പോ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ, നമുക്കറിയില്ല. അപ്പൊ അയാൾ അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളെ അല്ല. അവര് പറഞ്ഞു കൊടുത്ത് പറയും, തെറ്റിപ്പോവും അത് പറയുമ്പോ. നമ്മൾ കാണില്ലേ ഇപ്പൊ പാർലമെന്റിലൊക്കെ സംസാരിച്ചത്, ഇപ്പൊ കാർഗെ പറഞ്ഞു ഇവർക്ക് മാത്രം എന്താ നാക്കിന് പിശക് വരുന്നത്? അത് പാടില്ലല്ലോ. അറിയാത്ത നമ്മൾ മിണ്ടാണ്ടിരിക്കണം അല്ലേ? അതല്ലാതെ ഇവര് പറയണമെങ്കിൽ ഇവർക്ക് തീരെ ബുദ്ധിയില്ല. എല്ലാത്തിനും ഒന്ന് കൊണ്ടുപോയി മുക്കട്ടെ കാർഗെ, ആ പ്രിയങ്കനെ രാഹുലിനെ. കാരണം ചത്ത പുലീനെ കാണാൻ വയനാട്ടിൽ വന്നിട്ടല്ലോ. അപ്പൊ അവരൊക്കെ പോയിട്ട് ഇവിടെ പോയി മുങ്ങട്ടെ. അപ്പൊ മുങ്ങുമ്പോ എല്ലാം ശരിയാവും. അല്ലാതെ ഇത്രയും 4000 വർഷം കണക്കൂട്ടല് മാത്രമേ ഉള്ളൂ കുംഭമേളയെ പറ്റിയിട്ട്. ഇപ്പൊ 144 അതും യോഗി ഉണ്ടാക്കിയാന്ന് പറഞ്ഞേ. അതും അങ്ങനെ ഒരു ട്രോള് നടക്കുന്നുണ്ട്. യോഗി ഉണ്ടാക്കിയതാണ് 144. അങ്ങനെ ഒരു കണക്കില്ല. അത് അറിയാത്ത മലയാളികളോട് പോലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം. 144 എന്നുള്ള കണക്ക് വരുന്ന യോഗി ഉണ്ടാക്കിയല്ല. 12 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേള. അതിനേക്കാൾ ഉപരി 12 144. അങ്ങനെയാണ് അതിന്റെ കണക്ക് വെച്ചിരിക്കുന്നത്. അത് പ്രയാഗ്രാജിലാണ് ആ കുംഭമേളയാണ് നടക്കുന്നത്. അല്ലാതെ യോഗിക്ക് ഇപ്പൊ 144 കൊല്ലം എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഈ നൂറ്റാണ്ടിലും സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ കുംഭമേള. അപ്പൊ അതിലെല്ലാം മുസ്ലിം. അവിടെ ജാതി സനാതന ധർമ്മം എന്ന് പറഞ്ഞത് ജാതിയും മതവും ഉള്ളതാണെന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഒരു മഹർഷിമാരും ഒരു വേദത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇവരങ്ങടെ ഉണ്ടാക്കുകയാണ്. ബ്രാഹ്മണർക്ക് ഉണ്ടാണ്, മറ്റേത് ഉണ്ടാക്കുകയാണ്. അത് എന്നും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. മനുഷ്യൻ എന്നുള്ള ഒരു വഴി എന്ന് മാത്രമേ അതിലുള്ളൂ. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ അന്നൊന്നും ആ വേദത്തിൽ അതൊന്നും ഇല്ലല്ലോ. സെക്യുലറിസം പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്ത് സെക്യുലറിസം എന്തിനാണ് എൻട്രി ചെയ്തത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനില്? എന്നാൽ അതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. അപ്പൊ അത് ചില സെക്യുലർ ആയിട്ടുള്ള ഒരു ഭാരതത്തിന് സെക്യുലർ എന്നുള്ള ഒരു വീട്ടിൽ ഇന്ന സാധനം ഉണ്ടെങ്കിൽ അതിനെ പറ്റി കൂടുതൽ പറയണ്ടല്ലോ. ഇല്ലാത്ത സാധനം വാങ്ങാനല്ലേ നമ്മൾ പറയുള്ളൂ നമ്മളൊരു കാര്യത്തില്. അപ്പൊ ഭാരതം എല്ലാരെയും സ്വീകരിച്ച ഒരു രാഷ്ട്രമാണ്. തീർച്ചയായും. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് വരിക. ഭൂമിയിലെ നാനാ ഭാഗത്തു നിന്നും നല്ല നല്ല ആശയങ്ങൾ ഭൂമിയിൽ ഈ ഭാരതത്തിലേക്ക് പ്രവേശിക്കട്ടെ പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രിയാമ്പിളിൽ എന്തിനാണ് സെക്യുലറിസം ചെയ്തത്? അംബേദ്കർക്ക് തെറ്റൊന്നുമില്ല. ഡോക്ടർ BR അംബേദ്കർ വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ. അദ്ദേഹത്തിന് അന്ന് ആർക്കും ഇഷ്ടമില്ലായിരുന്നല്ലോ. ഇന്നിപ്പോ അംബേദ്കർ പറഞ്ഞ എല്ലാരും പ്രശ്നം ഉണ്ടാക്കും. അംബേദ്കറിനുമായിട്ട് ഗാന്ധിജി, നെഹ്റു വരെ എത്ര പ്രാവശ്യം അടി പിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായേ? അപ്പൊ ആ അംബേദ്കർ പറഞ്ഞ് എഴുതി വെച്ചത് ഇതുണ്ടെങ്കിൽ ഇതുമൊക്കെ നമ്മൾ അതിൽ അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ സെക്യുലറിസം പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യത്തിന്റെ മേലെ അതാണ് നമ്മളില്ല, നമുക്കില്ല. നമ്മളെന്നും അതുണ്ട്. മുഗളന്മാര് വരും, ക്രിസ്ത്യൻ പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നതും ഒക്കെ സ്വീകരിച്ചു പോയത് ഇവിടുത്തെ രാജാക്കന്മാരെന്താ? ഇവരാരും ആരെയും ആട്ടി ഓടിക്കണം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരു രാജ്യവും സ്വീകരിക്കൂലല്ലോ. ഇപ്പൊ ബംഗ്ലാദേശിലെ ഒരു 10 ലക്ഷം ആൾക്കാരെ നമുക്ക് വീതിച്ചു കൊടുക്കാം. മുസ്ലിങ്ങളെ 56 രാജ്യങ്ങൾ എടുക്കട്ടെ. എന്നാല് ഏറ്റവും വലിയ സൗദി അറേബ്യയിൽ ഇഷ്ടം പോലെ സ്ഥലവും പൈസയുണ്ട്. അവിടെ എടുക്കട്ടെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ. എന്തിനാ ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ എടുത്ത് കേരളത്തിലേക്കൊക്കെ അയക്കണം?